ഹായ്, അസ്സാം വലൈക്കും വാഹമത്തുള്ളാഹി തആല വബറകാതുഹു. കൾച്ചർ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മലയാളം സംസാരിക്കുന്ന ആളുകൾ കേൾക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കൾച്ചർ എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്ത്യയുടെ കൾച്ചറാകുന്ന ഹൈന്ദവ സംസ്കാരം അതിനെ കേവലം ഒരു മതത്തിൻ്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടുന്ന ഒരു അവസ്ഥയിലാണ്. ഹൈന്ദവ സംസ്കാരത്തിനെ ചെറുതാക്കിക്കൊണ്ട് മാറ്റിക്കൊണ്ട് അതൊരു മതമാക്കി മാറ്റി RSS BJP പ്രവർത്തകർ അതൊരു മതം ഹിന്ദു അതൊരു രാജ്യമാക്കി അത് എന്തൊക്കെയോ തിരിമറി നടത്തുന്നുണ്ട്. അവരെന്തൊക്കെയോ തിരികെ കയറ്റി അതിനേതെങ്കിലും ഒരു കോലത്തിലേക്കാക്കി മാറ്റാനുള്ള കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരുടെ തന്നെ അതിൻ്റെ ഒരു അടിസ്ഥാനമില്ല. ഒരു കൾച്ചർ എന്തിനാണ്? കൾച്ചർ എന്ന് പറയുന്നതിന് ഏതെങ്കിലും ഒരു റിലീജിയൻ്റെ ഭാഗമല്ല. കൾച്ചർ എന്ന് പറയുന്നൊരു വേർഡ് ആ ഒരു പ്രവർത്തനം, ആ ഒരു കൺസെപ്റ്റ് അത് ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അത് ആളുകൾ അത് ഏതെങ്കിലും ഒരു റിലീജിയനാക്കി മാറ്റി അതിനെ രാജ്യമാക്കി മാറ്റി മറ്റുള്ള ശത്രുക്കളാക്കി മാറ്റി വർഗീയതയാക്കി മാറ്റി വോട്ടാക്കി മാറ്റി ഗവൺമെൻറ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലാക്കി മാറ്റി നശിപ്പിച്ച് ഏതൊക്കെ രീതിയിൽ അടിയും കുലുമാലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൾച്ചർ പറയുമ്പോൾ ഇന്ത്യയിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ സംസ്കാരം അത് നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന, എല്ലാവർക്കും ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത സംസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമില്ല. പക്ഷേ അതിൽ ഏതെങ്കിലും രൂപത്തിനെ ആരാധിക്കണമെന്നോ ഏതെങ്കിലും ഒരു രൂപത്തിനെ ദൈവമായി സങ്കല്പിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. നല്ല നല്ല കൾച്ചറുകൾ സ്വീകരിക്കുക, ലോകത്തുള്ള നല്ല നന്മകൾ ഉൾക്കൊള്ളുക. അത് സിന്ധു നദീതട സംസ്കാരമായി ആ സ്ഥലത്ത് ജീവിച്ച് പ്രവർത്തിച്ച് മരണം വരെ നെഞ്ചിലേറ്റ് ജീവിക്കുക. അതുകൊണ്ടൊക്കെ തന്നെയാണ് പണ്ട് കാലത്ത് അറേബ്യയിൽ നിന്നൊക്കെ ആളുകൾ വന്ന സമയത്തും അതേപോലെ ബ്രിട്ടീഷുകാരൊക്കെ വന്ന സമയത്ത് അവരൊക്കെ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന ചരിത്രങ്ങളാണ്. അതുകൊണ്ട് സംസ്കാരത്തിനെല്ലാവരും ആ കോലത്തിൽ ഉൾക്കൊള്ളുക. മതം എന്നതിനെ മതത്തിൻ്റെ വഴിക്ക് വിട്ടേക്കുക. മതവും സംസ്കാരവും കൂട്ടിക്കുഴച്ച് നാട് നശിപ്പിച്ച് വർഗീയത ഉണ്ടാക്കി വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹിന്ദു ഒരു മതമാക്കി മാറ്റി മതത്തിൽ തന്നെ അതിനെ ഒരു മതമളക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന കോലത്തിലാണ് RSS BJP പ്രവർത്തകർ അഴിഞ്ഞാടുന്നത്. ഒരു ഭാഗത്ത് ആളുകളെ നിരീക്ഷണവും ഗവേഷണവും ഒക്കെ നടത്തി ഏതൊക്കെ കോലത്തിൽ നാട്ടിൽ വർഗീയത ഉണ്ടാക്കിയിട്ട് ആളുകളെ ഒരു കോലത്തിൽ ഒരുമിച്ച് കൂട്ടി അക്രമം അഴിച്ചുവിട്ട് ആ ഭാഗത്ത് ശക്തിപ്പെടുത്തുന്ന നിലക്ക് 2 വിഭാഗങ്ങൾ 3 വിഭാഗങ്ങൾ 4 വിഭാഗങ്ങളൊക്കെ ആക്കിയിട്ട് ന്യൂനപക്ഷത്തിനെ അടിച്ചമർത്തി അതൊരു മതമാക്കി മാറ്റി ഈ ഹിന്ദു മതം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതെന്നാൽ തന്നെ അതിലെത്ര ജാതി വ്യവസ്ഥ അതും ഇതും മതം അല്ല, കൾച്ചറാണ്. മേൽജാതി കീഴ്ജാതി പിന്നെ ചെവിലിയും ഒഴിക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ല അതിൽ. ആ സംസ്കാരമൊക്കെ വലിയ ജാതിയും തായ് ജാതിയും ഒക്കെ മാറ്റി ചില ആൾക്കാർ ആ സംസ്കാരത്തിനെ മാറ്റി മറിച്ചിട്ട് നല്ല ഉൾക്കൊണ്ട് മോശമായിട്ടുള്ള ഒഴിവാക്കി. അത്തരം പ്രവർത്തനങ്ങളൊക്കെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറ്റി അല്ലാതെ ഇതൊരു മതമായി കണ്ടുകൊണ്ട് മതത്തിൻ്റെ ഉള്ളിൽ മതം വളകിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു പ്രവണതയൊന്നും ഇതിൻ്റെ ഉള്ളിൽ ആവശ്യമില്ല. അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളുകളൊക്കെ ഹിന്ദു മതത്തിനെ ചെറുതാക്കി കാണാതെ ഹിന്ദു മതം എന്ന കൺസെപ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് സംസ്കാരം എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നുകൊണ്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രൗഢിയിലേക്ക്
വന്നിട്ടില്ല. അതാണ് 30 ദൈവങ്ങൾ എന്നൊക്കെ പറയുന്നതിൻ്റെ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകവ്യാപകമായിട്ട് കിടക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു സംസ്കാരം എന്നുള്ളതാണ്. അതിനെപ്പോഴും മാറ്റിമറിച്ചിട്ട് ഹിന്ദു ദൈവങ്ങൾ ഇത്ര എണ്ണമുണ്ട് എന്നൊക്കെ മാറ്റി കൊണ്ടുവന്ന കൺസെപ്റ്റിലേക്ക് കൾച്ചറായി എടുക്കുക, മതത്തിൻ്റെതായിട്ടുള്ള ലെവലിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ മതത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഖുർആനിൽ തന്നെ പറയാണ്, പ്രധാനമായിട്ടുള്ളത് ജൂതമതമാണ്. ജൂതമതം മോസസ് ആണ് അതിൻ്റെ മെയിനായിട്ടുള്ള ആൾ വരുന്നത്. ദൈവദൂതൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇസ്ലാമിൽ ഖുർആനിലൊക്കെ കൂടുതൽ കഥകളും മറ്റുള്ള ചരിത്രങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ജൂതമതം വളരെ പഴക്കം ചെന്ന മതമാണ്. ശേഷം ക്രിസ്ത്യ മതമാണ്. അത് ആ ഇസ്രായേലരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ജീസസിനെ അയച്ചുകൊണ്ട് ദൈവം ഒന്നേ ഉള്ളൂ, ദൈവത്തിനെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവദൂതനായി വന്ന ആളെ പിന്നീട് ജൂതമതത്തിലുള്ള ആളുകൾ കൈകാര്യം ചെയ്ത് കുരിശിൽ തറച്ച സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് അവരുടെ ഉള്ള ഡിസ്പ്യൂട്ട്സ്. അപ്പം ആ സമയത്ത് ദൈവം യേശുവിനെ കാണാത്ത നിലയിൽ ആകാശത്തേക്ക് രക്ഷപ്പെടുത്തുന്നതായിട്ട് പിൽക്കാലത്ത് പരിശുദ്ധാത്മാവ് സത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ വചനത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പ്രൊഫറ്റ് ഖുർആനിലൂടെ സഹാബത്തിൻ്റെ ചര്യയിലൂടെ ജീസസ് ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ ബാക്കി സ്റ്റോറികളൊക്കെ പറഞ്ഞ സംഭവം നടക്കുന്നതൊക്കെ ഒരേ ദൈവത്തിൽ നിന്നുള്ള മതങ്ങൾ തന്നെയാണ്. സംസ്കാരങ്ങളും സ്ഥലങ്ങളും ഭാഷകളും ഒക്കെ മാറുന്ന സമയത്തിലുള്ള മാറ്റങ്ങളാണ് അതിൽ ഉണ്ടായത്. ഓക്കെ, അതുകൊണ്ട് പറയാനുള്ളത് മതങ്ങളായി ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ സ്വന്തം മതത്തിൽ നിന്നുകൊണ്ട് സ്വന്തം മതത്തിൻ്റെ കാര്യങ്ങൾ പഠിച്ചു. മറ്റു മതത്തിലേക്ക് കാര്യങ്ങൾ പഠിച്ചു പോകാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആരെയും പിടിച്ചേൽപ്പിക്കുന്നോ നിർബന്ധിച്ച് മതം മാറ്റുന്നോ ഒന്നും ഇല്ല. ഉള്ള ഒരു ആളുടെ കുറവും ഒരു മതത്തിലും ഇല്ല. താല്പര്യമുള്ള ആളുകൾ ഏതൊക്കെ ഭാഗത്ത് പോയിക്കോ വന്നോ ആരും ഒരു കുഴപ്പമില്ല. എനിക്കുള്ള സ്വതന്ത്രമുള്ള രാജ്യമാണ് ഇന്ത്യ, കേരളം. ഓരോ ജില്ലകളും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും എല്ലാം ആരെയും ഇന്നേ മതം വിശ്വസിച്ചില്ലെങ്കിൽ അടിച്ചു കൊല്ലുന്നോ, ഇന്നേ മതം വിശ്വസിച്ചുകൊണ്ട് അടിച്ചു കൊല്ലുന്നോ ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാം സ്വന്തം ബുദ്ധിയിൽ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ച് പ്രവർത്തിച്ച് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത കോലത്തിലേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ട നിർബന്ധാവസ്ഥയിലുണ്ട്. മതമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ മതമിളകിയ ആളെ അപ്പുറത്തെ അവസ്ഥയിലേക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മതവിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന കക്കൂസിൻ്റെ ടാങ്കിയിൽ പോലും അത്രയും വൃത്തികെട്ട ഇതില്ലാത്ത മനസ്സുകൊണ്ട് നടക്കുന്ന ചില ആളുകൾ, അവരെ ഈ നിമിഷത്തിൽ പറയാതെ വയ്യ. അപ്പം അത്തരം ആളുകളുടെ കൾച്ചർ നന്നാക്കാനുള്ള നല്ല നിയമങ്ങൾ നാട്ടിൽ ഇല്ലെങ്കിൽ ആളുകൾ കൈകാര്യം ചെയ്യുന്ന കോലത്തിലേക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മാറട്ടെ എന്നുള്ള നന്മകൾ നേർന്നുകൊണ്ട് ഇത്തരം സ്വതന്ത്ര ചിന്തകൾ എന്ന് പറഞ്ഞിട്ട് എവിടെയൊക്കെ പോയി തലക്കുള്ള പരിധിയും പരിമിതികളൊക്കെ വിട്ട് അവരെവിടേക്ക് പറന്ന് എവിടെയൊക്കെ ആയിപ്പോയി. ഇനി അവരെ മനുഷ്യക്കോലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് പറന്നു പോയവർ പോട്ടെ, അവർ പക്ഷേ വേറൊരാളുടെ സ്വാതന്ത്ര്യത്തിലും മതത്തിലും മതനിയമത്തിലും മറ്റിലൊക്കെ ഇടപെട്ട് ഇൻസൾട്ട് ചെയ്തിട്ട് വർഗീയത ഉണ്ടാക്കി നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണെങ്കിൽ ദയവേതിട്ട് കേൾക്കുന്ന ആളുകളൊക്കെ ഇറങ്ങി കാണുന്നിടത്ത് വെച്ച് കൈകാര്യം ചെയ്യണം. മേലിൽ ഒരു മതവിശ്വാസിയെയോ മതത്തെയോ മതാചാരങ്ങളെയോ മറ്റ് മതത്തിൽപ്പെട്ട ഒരാൾ വ്രണപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓരോരുത്തർക്കും അവരവരുടെ മതങ്ങളുണ്ട്, അത് അനുസരിച്ച് ജീവിക്കുന്നതിന് ആരെയും ഒരു കുഴപ്പമില്ല. അങ്ങനെ ജീവിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നാട്ടിൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് വർഗീയതയിലൂടെ നടപ്പാക്കുന്നത്.
വളരെ വലിയ ചതിക്കുഴികൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അതിലൂടെ ആളുകളെ ചതിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിൽ ദുരുപയോഗം ചെയ്യാൻ പറ്റുന്നുള്ള എല്ലാ റിസർച്ചും നടത്തി സോഷ്യൽ മീഡിയ വഴിയും എല്ലാതെയും ആളുകളുടെ ഉള്ളിൽ വർഗീയ വീക്ഷണങ്ങൾ കുത്തിവെച്ചിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് കൂടുതൽ നടക്കുന്നത്. കൊണ്ട് മനുഷ്യത്വത്തിൻ്റെ വില മരവിച്ചു പോയ ആ ഒരു പറയാൻ വാക്കുകളില്ലാത്ത കോലത്തിലുള്ള ജീവികളോടും എല്ലാവരോടും പറയാനുള്ളത്, മനുഷ്യനായി ജീവിക്കുക. മതങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട നിലക്ക് ഓരോ ആളുകളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മറ്റൊരാൾ കൈകടത്താതിരിക്കുക. അത് അയാളുടെ സ്വന്തം ചോയ്സാണ്. അത് കോടതി ആയിക്കോട്ടെ, നിയമമായിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഒരാളുടെ ജീവിതത്തിൽ എന്തയാൾ പേഴ്സണലായിട്ട് ചെയ്യുന്നത് അത് അയാളുടെ ഇഷ്ടമാണ്. അത് അയാൾക്ക് വിട്ടുകൊടുക്കുക. അയാൾ സമൂഹത്തിൽ മറ്റാരെങ്കിലും സ്വാതന്ത്ര്യത്തിലോ എന്തെങ്കിലും ഇടപെടുന്നുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുക. അത് മതമുള്ള ആളായാലും ഇല്ലാത്ത ആയാലും നിരീക്ഷകരായാലും ആരായാലും കൈകാര്യം ചെയ്യുന്ന നിയമം നടപ്പിലാക്കുന്ന ആളും ഇല്ലെങ്കിൽ ആ ഒരു പോരായ്മയിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അത് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറുന്നുള്ളതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു റമദാൻ ആശംസകൾ നേരുന്നു. അഡ്വാൻസ് ഈദ് മുബാറക്ക്. ചെറിയ പെരുന്നാൾ ആശംസകളിലേക്ക് കുറഞ്ഞ സമയത്തേക്ക് എത്താൻ പോവുകയാണ്. വർഗീയതയും മറ്റുമൊക്കെ മാറ്റിവെച്ച് എല്ലാവരും നന്മ കൂടുതൽ മനസ്സിലാക്കാനും ഇതിൽ പകർത്താനും മറ്റുള്ളവരിലേക്ക് നന്മകൾ മാത്രം പകർത്തിക്കൊണ്ട് നന്മയുടെ കണ്ണുകൾക്ക് മാത്രം കണ്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, തിന്മകൾ മാറ്റി നിർത്തുക. അതിനുവേണ്ടി മാത്രം നാവ് ചലിപ്പിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യുക എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് RSSും BJPക്കും വോട്ടും കാര്യങ്ങളും താമര ആ ഒരു മെഷീനിൽ ആൾക്കാർ പ്രസ് ചെയ്തിട്ട് വന്നതാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ CCTVയിലൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനുള്ള ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം ആരും ഒന്നും എന്താക്കാൻ പാടില്ല. ജനങ്ങളെ ഒരു കാര്യം ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ടെക്നോളജി ആയാലും നല്ല താഴ്ജാതിയിൽപ്പെട്ട ആളുകൾക്കടക്കം എല്ലാ ഗവൺമെൻറ് ജോലികളും എല്ലാ ആനുകൂല്യങ്ങളും രാജ്യത്ത് കിട്ടുന്ന നിലക്കൊക്കെ വർഗീയതയും വിഷം തുപ്പുന്നതും മുസ്ലിങ്ങൾക്കെതിരായിട്ടും ക്രിസ്ത്യൻക്കെതിരായിട്ടും മറ്റുള്ള ആളുകൾക്കെതിരായിട്ടൊക്കെ മാത്രം സംസാരിച്ചിട്ട് RSS BJPനെ വളർത്തുന്ന നിലക്ക് താഴ്ജാതിക്കാരെ കീഴ്ജാതിക്കാരെ തൽക്കാലത്തേക്ക് കൂട്ടുപിടിച്ചിട്ട് നമ്മൾ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞിട്ട് അതൊരു മതമാക്കി മാറ്റുന്ന, ഇത് മതമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതൊരു സംസ്കാരമാണ്, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന നല്ല നിലക്കുള്ളൊരു സംസ്കാരമാണ്. അതൊരു ബിംബത്തിൻ്റെ മുമ്പിൽ പോയിട്ട് കൈകൂപ്പി നിന്നുകൊണ്ട് ഇത് ദൈവമാണെന്ന് പറയേണ്ട ഒരു ആചാരമാക്കി മാറ്റേണ്ട ഒരു മത സംസ്കാരമല്ല. അത് ഓരോ ആളുകളിൽ നിന്നുള്ള നന്മകൾ ഉൾക്കൊള്ളുന്ന ആ ഒരു സിന്ധു നദീതട വാസികളുടെ സംസ്കാരമാണ്. അപ്പം നല്ലതിൽ ഇപ്പോൾ ദൈവത്തിന് പ്രതിമയില്ല, രൂപമില്ല എന്നൊക്കെ വേദങ്ങളിൽ പോലും പറയുന്നുണ്ട്. അപ്പോൾ ഇല്ലാത്ത രൂപങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് മതത്തിൻ്റെ അടയാളമാണ്, ദൈവമാണ്, ദൈവസങ്കല്പമാണെന്നൊക്കെ ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് കൂടുതൽ കൊണ്ടുപോകാതെ വേദങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഒരേ ഒരു ദൈവത്തിൽ ഒരുമിച്ചുകൊണ്ട് നല്ല നാളേക്ക് വേണ്ടി മനുഷ്യത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് നല്ല നാടുകൾ ഉണ്ടാകട്ടെ എന്ന് നേരുകയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.